നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്തിടുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ളൊരു പരിപാടിയല്ലേ. അപ്പോൾ എന്ത് സേവ് ചെയ്തിടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്ഥലം എവിടെയെങ്കിലും മേടിച്ചിടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചിടുക എന്നുള്ളത്. ഈ രണ്ട് കാര്യവും, ഈ ഒരു രണ്ട് ഓപ്ഷൻ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ നീട്ടി വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ പറയുന്നൊരു കാര്യം എന്തായിരിക്കും, സ്ഥലം മേടിക്കേണ്ട, ഗോൾഡ് മേടിച്ചിട്ടോളാൻ പറയും തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ 2023 34,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഗോൾഡിനൊക്കെ ഇന്ന് 70ന്റെ പുറത്താണ് റേറ്റ് ഉള്ളത്. അത് ഞാൻ ഈ ഒരു കാര്യങ്ങളെടുത്ത് പറയാൻ എന്തിനാ വെച്ചാൽ പൊങ്ങച്ചടിക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ നേടിയ പണ്ടത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ നേടിയ ഒരു നേട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2022 അല്ലെങ്കിൽ 23 തോന്നുന്നു. 22 ലാസ്റ്റിലേക്കോ 23 ഫസ്റ്റിലേക്കോ എന്ന് അറിയില്ല, ഞാനൊരു ഡയമണ്ടിൻ്റെ നെക്ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്ന് എടുത്തിട്ടത് എൻ്റെ അറിവ് വെച്ചിട്ട് 1,65,000 75,000 ആ ഒരു റേഞ്ചിലാട്ടോ ഞാനത് അന്ന് എടുത്തിട്ടത്. അപ്പം ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, കുറേ ദിവസമായി ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യ എന്നാണ് ഒരു ആളെനിക്ക് മെസ്സേജ് ചെയ്തത്. എൻ്റെ ഈ ഒരു ഫോട്ടോ അയച്ചിട്ടാണ് പറയുന്നത്, ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്ന മാല അത് എവിടുന്ന് മേടിച്ചതാണ് എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ആള് ഞാൻ മറുപടി ഒന്നും കൊടുക്കൂല എന്ന് ചിന്തിച്ച് എനിക്ക് മെസ്സേജ് ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ മറുപടി കൊടുത്തു കേട്ടോ. ഞാൻ കണ്ടാൽ എൻ്റെ ഒരു മെസ്സേജിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കോഴിക്കോട് മലബാർ ഗോൾഡ് നിന്നാണ് മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരുടെ നാട്ടിലുള്ള മലബാർ ഗോൾഡിനെയും അതേപോലെ ഗൾഫിൽ എവിടെയോ ഉള്ളൊരു മലബാർ ഗോൾഡിനെയും കോണ്ടാക്ട് ചെയ്തു പോലും ഈ ഒരു മാലയുടെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അന്നപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോടേക്ക് അവരുടെ നാട്ടിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞ സമയത്ത് കോഴിക്കോടേക്ക് വിളിച്ചപ്പം ഞാൻ അവിടെ ചെല്ലാറുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമെന്നല്ലാതെ ഞാൻ ഏതാ മാല മേടിച്ചത് എന്നുള്ളത് അവർക്കറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമതും എനിക്ക് ആ ചേച്ചി മെസ്സേജ് ചെയ്തു, ജസ്റ്റ് ഞാൻ ബുദ്ധിമുട്ടില്ല വെച്ചാൽ എനിക്ക് അതിൻ്റെ കാർഡൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ഞാനിതേ അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പല ഷോപ്പുകളിൽ എന്ന് വെച്ചാൽ ഗൾഫിൽ അത് അന്വേഷിച്ചു, അവരുടെ നാട് എവിടെയാണെന്നറിയില്ല, മലപ്പുറം ജില്ല എങ്ങാനാണ്, അവിടെ അന്വേഷിച്ചു, കോഴിക്കോട് അന്വേഷിച്ചു. ഒടുക്കം ഞാൻ അവിടുത്തെ കോഴിക്കോട്ടിലത്തെ മാനേജറാണെന്ന് തോന്നുന്നു ഒരാളുടെ നമ്പറും കൊടുത്തു. ആൾക്കും ഞാൻ മെസ്സേജ് ചെയ്തു, ഇങ്ങനെ ഒരാൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നപ്പം അവർക്ക് ഇന്ന മാല വേണം, ഞാൻ അതിൻ്റെ കാർഡും അയച്ചു കൊടുത്തു. അപ്പം ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ല, ഞാൻ 2023 2022 ലാസ്റ്റിലാണോ ഈ മാല മേടിച്ചത് എന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 1,65,000 75,000 ഈ ഒരു റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അവർക്ക് നമ്മുടെ മലബാർ ഗോൾഡുകാർ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലൊക്കെ കൊടുത്തതിൻ്റെ കൂടെ എനിക്ക് ഇതിന് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, അത്ഭുതകരമായിട്ടുള്ള സംഭവമാണോ എന്നൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നമുക്കൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് നമ്മുടെ ലൈഫിൽ മേടിച്ച് വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണല്ലോ. ഇന്ന് ആ മാലക്ക് എന്ന് വെച്ചാൽ അവർ 27-ാം തീയതി ആയിരുന്നു കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,13,000 റുപ്യാണ്. ഞാൻ 1,65,000 1,75,000 അങ്ങ് മേടിച്ചൊരു മാലക്ക് 2,13,000 റുപ്യാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊക്കെ അപ്പം
ഓരോരുത്തരാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് വിവാഹം കഴിച്ചു, ഭർത്താവിന് എത്ര വലിയ ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം സേവ് ചെയ്ത് കൊണ്ടുവന്ന് നടക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യം. പണ്ടത്തെ കാലത്തായിരുന്നു ഭർത്താക്കന്മാർക്ക് മാത്രം ജോലി, അവർ മാത്രം കുടുംബം താങ്ങണം എന്നുള്ളതൊക്കെ ചിന്താഗതി. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാവരും പറയുന്നൊരു സംഭവമാണ്, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ടോളൂ, 2 വർഷം 3 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ വില ഇരട്ടിയായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മളൊരു സ്ഥലം മേടിച്ചിട്ടാൽ അത് ബ്രോക്കറെ വഴിയേക്ക് നടക്കണം, രജിസ്റ്റർ ചെയ്യാൻ പോകണം, ബ്രോക്കർക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശതമാനം നമ്മൾ കൊടുക്കണം. ഇതൊന്നുമില്ല. ഒരു പവൻ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ 34,000 രൂപയുള്ള സമയത്ത് ഞാൻ ഒരു പവൻ മേടിച്ചിട്ടുണ്ട്. എന്നാൽ 72,000 രൂപ കണ്ടുണ്ട്. എനിക്കിത് ആരുടെയും അടുത്ത് പോയിട്ട് അതൊന്ന് വിറ്റ് തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും ഈ പറഞ്ഞതോളം ബ്രോക്കർ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട. നേരെ എവിടുന്നാണോ എടുത്ത് അവിടെ കൊണ്ടു കൊടുക്കുക, വിൽക്കുക, പൈസ മേടിക്കുക, നമ്മൾ മുട്ടടിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പം എനിക്ക് നിങ്ങൾ ഓരോ സ്ത്രീകളോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെ സേവ് ചെയ്യണം. അത് 1 ഗ്രാമായി. ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു പവൻ്റെ ഒരു പാദസരം ഉണ്ടായിരുന്നു. ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ. ഒരു പവൻ്റെ ഒരു പാദസരം ഉണ്ടായിരുന്നു. ഞാനതെന്താക്കി പിന്നെ എൻ്റെ കയ്യിൽ കുറേശ്ശെ പൈസ. എനിക്ക് ഒരുപാട് മേക്കിംഗ് ചാർജ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഒറ്റയടിക്ക് അത് വലുതാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 1 പവനുള്ളത് 1.5 പവനാക്കി, അത് 2 ആക്കി, അങ്ങനെ 3 ആക്കി. അങ്ങനെ നമുക്ക് മെല്ലെ നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗാണ്, ഏത് നിമിഷവും വേർപിരിഞ്ഞു പോകാവുന്ന ആകെ ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടേതാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ളൊരു കുട്ടി ഒളിച്ചോടിയതാണ്. ആരോടും മിണ്ടാത്തൊരു മിണ്ടാപ്പൂച്ച. അവള് പോയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതി ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കും, അവള് പോയ കണക്കിന് ആരെയും ഇട്ടേച്ച് പോകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഭാവിയിലേക്ക് നമ്മളുടെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്കൊരു 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും സ്റ്റേണായിട്ട് നിൽക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങളിങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഗോൾഡൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡയമണ്ടൊക്കെ എടുക്കുന്നത് നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്രദമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരവും കൂടിയാണിത്. ഏതായാലും അന്നത്തെ സംഭവം ഇന്ന് 2,13,000 രൂപ കിട്ടും. അത് അടുത്ത വർഷമാകുമ്പോൾ കുറച്ചും കൂടി, കാരണം ഡയമണ്ടിനൊക്കെ എന്ന് വെച്ചാൽ ഇയർ വെച്ചിട്ട് ഇത് പ്രൈസ് കൂടുക ചെയ്യാം. പിന്നെ ഡയമണ്ട് പോലെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പം ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഈ മലബാർ ഗോൾഡ്, ജ്വാലിക്കാസ്, കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിക്കലും പൊട്ടൂല എന്ന് നമുക്ക് ഉറപ്പുള്ള ഷോപ്പ് പോയിട്ടേ ഈ ഡയമണ്ടുകളൊക്കെ മേടിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ അനുഭവം ഉള്ളതാണ്. കൊയിലാണ്ടി ഒരു ഇഷാന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് ചില്ലറ വിഷയം വന്നപ്പോഴേക്ക് ആ ഷോപ്പ് പൂട്ടിപ്പോയി. കൊയിലാണ്ടി, ബാലുശ്ശേരി 2 ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഡയമണ്ട് വാങ്ങിച്ച ആൾക്കാരൊക്കെ ശരിക്കും പറയാച്ചാൽ എങ്ങടും ഇല്ലാണ്ടായിപ്പോയി. കാരണം എന്താ വെച്ചാൽ, ഈ ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണോ എടുത്തത് ആ ഷോപ്പിൽ മാത്രമേ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡയമണ്ടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെയോ എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഡയമണ്ട് കാര്യങ്ങളൊക്കെ മേടിക്കാവൂ. ഈ മലബാർ, കല്യാണി, ജ്വാലിക്കാസ് ഇതൊന്നും പറയുന്നത് നമ്മൾ ഒരു കാലത്തും പൊട്ടൂല എന്നുള്ളത് അതും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ വീണ വീഴ്ചയാണെന്നൊക്കെ വെച്ചാൽ ആരും വീഴും. അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ഉള്ള സ്ഥലത്തു നിന്ന് ഇതൊക്കെ മേടിക്കാവുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫർമേഷനായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ടാറ്റാ.